കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞിത്താളയുടെ അഹങ്കാരം. പണ്ടൊരു കാട്ടിൽ കുറേ താളകൾ താമസിച്ചിരുന്നു. അവർ ഒരു വലിയ പാറയുടെ അടിയിലായിരുന്നു വസിച്ചിരുന്നത്. ഒരു പാമ്പിന്റെ ശല്യം കാരണം അവർ അവിടെ നിന്ന് താമസം മാറണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കാരണവരായ തവളച്ചേട്ടൻ താമസിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് കുറേ നാളുകളായി നടക്കുകയാണ്. ഒരു ദിവസം കുഞ്ഞിത്താള പറഞ്ഞു, തവളച്ചേട്ടാ, നമ്മൾ എന്നാ ഇവിടെ നിന്നും താമസം മാറുന്നത്? ഇവിടെ കളിക്കാനൊരു സൗകര്യവുമില്ല. തവളച്ചേട്ടൻ കുഞ്ഞിത്താളെ ആശ്വസിപ്പിച്ചു. നമുക്ക് എത്രയും വേഗം താമസം മാറാൻ കേട്ടോ, നീ വിഷമിക്കേണ്ട. തവളച്ചേട്ടൻ കുഞ്ഞിത്താളയോട് കുറച്ച് സ്നേഹം കൂടുതലായിരുന്നു. എന്തെന്നാൽ അവൻ ജനിക്കുമ്പോൾ തന്നെ കൈക്കാലുകൾ തളർന്ന് കുഞ്ഞായിരുന്നു കുഞ്ഞിത്താള. അവനെ ഇപ്പോൾ എല്ലാവരും ലാളിച്ച് അവൻ ഇപ്പോൾ ഒരു അഹങ്കാരിയായി തുടങ്ങി. ഒരു ദിവസം രാവിലെ മുതൽ മഴ പെയ്യാൻ തുടങ്ങി. താളകളെല്ലാവരും സന്തോഷത്തോടെ പേക്രാം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടന്നു. അവർ കളിച്ചൊരു വലിയ കുളത്തിനരികിലെത്തി. മതിൽ ചാടിക്കേറി. എന്നിട്ട് കുളത്തിലോട്ട് നോക്കി. ഹായ്, എന്തു രസം! പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റ ചാട്ടം അവർ കുളത്തിൽ നീന്തി കളിച്ചു. ആ കുളത്തിന് നടുവിൽ ഒരു വലിയ ആമ്പൽപ്പൂ വിടർന്നു നിൽപ്പുണ്ടായിരുന്നു. ചില തവളകൾ അതിൽ കയറിയിരുന്ന് കളിക്കാൻ വേണ്ടി തമ്മിൽ അടിപിടിയായി. അപ്പോൾ കുഞ്ഞിത്താളയുടെ അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. എന്നിട്ട് അവരെ എല്ലാവരെയും ആട്ടി ഓടിച്ചു. നിങ്ങളെല്ലാവരും വെള്ളത്തിൽ പോയി നീന്തി കളിക്ക്, എൻ്റെ കുഞ്ഞിന് നീന്താനാവില്ല. അതുകൊണ്ട് അവൻ ഈ ആമ്പൽപ്പൂവിലിരുന്ന് കളിച്ചോട്ടെ. അത് കേട്ട് മറ്റു തവളകൾ പൂവിൽ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ സന്ധ്യയായപ്പോൾ എല്ലാ തവളകളും കലർത്തിപ്പോകാനൊരുങ്ങി. അപ്പോൾ തവളച്ചേട്ടൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇനി നമ്മൾ എങ്ങോട്ടും പോകേണ്ട, സുരക്ഷിതമായ താമസ സ്ഥലം തേടി നടക്കുകയല്ലായിരുന്നോ? ഈ കുളം അതിന് പറ്റിയ ഇടം തന്നെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ മാറി. കുളത്തിലെ വെള്ളം പതുക്കെ താഴ്ന്നു തുടങ്ങി. ആമ്പൽപ്പൂ മാത്രം തലയെടുപ്പോടെ ഉയർന്നു നിന്നു. കുഞ്ഞിത്താള അഹങ്കാരത്തോടെ ആ പൂവിലിരുന്ന് കളിച്ചു. ഒരു ദിവസം ഒരു വലിയ പാമ്പ് അബദ്ധത്തിൽ ആ കുളത്തിൽ വീണു. രക്ഷപ്പെടാൻ വേറെ വഴി കാണാന് അവൻ ഉറക്കെ കരഞ്ഞു. അവന്റെ കരച്ചിൽ കേട്ട് കുഞ്ഞിത്താള ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? മുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇവിടെ സുഖമായി കഴിയാമല്ലോ. തീറ്റയാണെങ്കിലോ ഇഷ്ടം പോലെ. പാമ്പിന് സന്തോഷമായി. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ബാക്കി കാലം ഇവിടെ തന്നെ ജീവിക്കാം. കുഞ്ഞിത്താള പാമ്പിനോട് പറയുന്നത് കേട്ട് മറ്റുള്ള തവളകൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ കുറച്ച് ഉയരത്തിൽ ഇരിക്കുന്നതിൻ്റെ അഹങ്കാരമാണവന്. ഇതിൻ്റെ ശിക്ഷ അവന് കിട്ടാതിരിക്കില്ല. 2 ദിവസം പാമ്പിനെ പേടിച്ച് തവളകൾ മാളത്തിൽ താകത്തു തന്നെ ഇരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ പതുങ്ങി അവർ കുളത്തിലേക്ക് ഇറങ്ങി. പാമ്പും വിശന്നിരിക്കുകയായിരുന്നു. ഇടത്തേടാണെങ്കിൽ തവളകളെല്ലാം പാമ്പ് ഓടിച്ചു പിടിച്ചു. കുഞ്ഞ് ആമ്പൽപ്പൂലിരുന്ന് കൈകൊട്ടിച്ചിരിച്ചു. ഒരു ദിവസം കുഞ്ഞിയുടെ അമ്മയെയും പാമ്പ് പിടിച്ചു തിന്നു. അമ്മയെ പാമ്പ് പിടിക്കുന്നത് കണ്ട് കുഞ്ഞിക്ക് സങ്കടമായി. അവൻ ഒരുപാട് അമ്മയെ വിളിച്ചു കരഞ്ഞു. പാമ്പിനോട് ഇവർ താമസിച്ചോളം പറയുന്നത് തെറ്റായിപ്പോയെന്ന് അവൻ മനസ്സിലായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമ്പൽപ്പൂ വാടി പഴുക്കാൻ തുടങ്ങി. അവനൊരു ദിവസം പുലിരുന്ന് ചാടി കളിച്ചതും ദേ കിടക്കുന്നു. താഴെ വിശ്രമിച്ചുകൊണ്ടിരുന്ന പാമ്പിന്റെ തലയിൽ പാമ്പ് ഒച്ചക്കടി. കുഞ്ഞിത്താളെ 2 കാലും പാമ്പ് കടിച്ചെടുത്തു. കുഞ്ഞിയുടെ കരച്ചിൽ കേട്ട് മറ്റുള്ള തവളകൾ അവനെ പാമ്പിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലായി? ശത്രുക്കളുമായുള്ള കൂട്ടുകെട്ട് ആപത്തിലെത്തിക്കും. നന്ദി.